നമസ്കാരം. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് ഇന്നെന്ത് സംഭവിച്ചു? നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക് സ്വാഗതം. വെൽക്കം ടു 20th Hour. വയസ്സുള്ള ഒരു പെൺകുട്ടി, അവളെ മൃഗീയമായി പിച്ച് ചീന്തി എന്നുള്ള വാർത്ത നമ്മുടെ നെഞ്ചുലയ്ക്കുന്നതാണ്. അവളുടെ കണ്ണുപോലും ചൂഴ്ന്നെടുത്തു ആ പിശാചുക്കൾ എന്നുള്ളത് എങ്ങനെ കേട്ടു നിൽക്കാനാകും? ഒരു 13-കാരിയെയാണ് ഇത്തരത്തിൽ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരി ജില്ലയിലെ ഒരു കരിമ്പിൻ തോട്ടത്തിൽ നിന്നാണ് ആ 13-കാരി പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തിയത്. ആ മൃതശരീരം കണ്ട എല്ലാവർക്കും ഒരു തവണയെ അങ്ങോട്ടൊന്ന് നോക്കാൻ സാധിക്കുള്ളൂ. അത്രമാത്രം ബ്രൂട്ടൽ ആയിട്ടുള്ള കൊലപാതകമായിരുന്നു അവിടെ സംഭവിച്ചത്. ആ പെൺകുട്ടിയുടെ മൃതദേഹത്തിലേക്ക് ഒന്ന് നോക്കാൻ പോലും തങ്ങൾക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഉറ്റവരെ നമ്മൾ അവിടെ കണ്ടു. അവളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തിരിക്കുന്നു, അവളുടെ മുഖം വികൃതമാക്കിയിരിക്കുന്നു. ആ ഇളം ശരീരത്തിൽ മുറിവേൽക്കാത്ത ഒരിടം പോലും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടപ്പോൾ നെഞ്ചു നീറാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. മനസാക്ഷിയിൽ ഒരാൾക്ക് പോലും ആ മൃതശരീരത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കേട്ടിരിക്കാൻ പോലും സാധിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നു. സ്കൂളിൽ നിന്ന് മടങ്ങവെയായിരുന്നു ആ 13 വയസ്സുകാരി പെൺകുട്ടിയെ കാണാതായത്. അവളെ കാണാനില്ല എന്നറിഞ്ഞ നിമിഷം മുതൽ അവളുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകി. രാത്രി വൈകിയും പെൺകുട്ടി തിരിച്ചെത്തിയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ മാതാപിതാക്കൾ വീണ്ടും പോലീസിൽ ബന്ധപ്പെട്ടു. പക്ഷേ രാത്രിയായിട്ടും പെൺകുട്ടി തിരിച്ചെത്തിയില്ല എന്നറിഞ്ഞിട്ട് പോലും FIR ഇടാനോ ആ പെൺകുട്ടിക്കായി ഊർജിതമായ ഒരു തിരച്ചിൽ നടത്താനോ അന്വേഷണ സംഘം തയ്യാറായില്ല, ആ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നതാണ് ഇവിടെ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. പിറ്റേന്ന് രാവിലെ ആ നാട്ടിലെ ഗ്രാമവാസികളാണ് വികൃതമായി കിടക്കുന്ന രീതിയിൽ ആ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടത്. അതിനുശേഷം ആ ഗ്രാമവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് തങ്ങളുടെ മകളെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ആ 13-കാരി പെൺകുട്ടിയുടെ അമ്മ വേദനയോടുകൂടി പറയുന്നത്. കൃത്യസമയത്ത് പോലീസ് ഇടപെട്ടിരുന്നെങ്കിൽ, പരാതി രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി അവർക്ക് ജീവനോടെ കിട്ടുകയെങ്കിലും ചെയ്യുമായിരുന്നു അത്രേ. യഥാർത്ഥത്തിൽ ആ കുടുംബം പറഞ്ഞത് ശരിയല്ലേ? ആ കുടുംബത്തിന്റെ ആരോപണം ശരിയല്ലേ? പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ പെൺകുട്ടിക്കായി ആ പോലീസ് ഊർജിതമായി ഒന്ന് അന്വേഷിച്ചിറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളെ ജീവനോടെ കിട്ടുമായിരുന്നു. അവൾക്കായി ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവളെ ഒരുപക്ഷെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും നിയമപാലകർ ആ പെൺകുട്ടിയെ രക്ഷിച്ചില്ല. ഇനി ഉണ്ടാവേണ്ടത് ആ നരാധമന്മാരെ, ആ പെൺകുട്ടിയെ പിച്ചി ചീന്തിയ, അവളുടെ സുന്ദരമായ മുഖം വികൃതമാക്കിയ, അവൾ ലോകത്തെ കണ്ട കണ്ണുകൾ ചൂഴ്ന്നെടുത്ത ആ നരാധമന്മാരെ പിടികൂടുക എന്നുള്ളതാണ്. അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കാനെങ്കിലും ആ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സംഭവത്തിൽ ലഖിംപൂർ ഖേരി പോലീസ് സൂപ്രണ്ട് ഗണേഷ് പ്രസാദ് സാഹ സ്ഥലത്തെത്തി ആ പ്രദേശം അദ്ദേഹം സന്ദർശിക്കുന്നു. അതിനുശേഷം അവിടെയുള്ള ആളുകളുടെ മൊഴിയെടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കാൻ 3 അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. SP ഈ മൃതശരീരം കണ്ടപ്പോൾ പറഞ്ഞ SP-യുടെ വാക്കുകൾ, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ അതിങ്ങനെയാണ്: പ്രാഥമിക പരിശോധനയിൽ പെൺകുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് മനസ്സിലാവുന്നത്. ശരീരത്തിൽ ധാരാളം പരിക്കുകളുണ്ട്. ആ പെൺകുട്ടിയുടെ മൃതശരീരത്തിൽ പരിക്കില്ലാത്ത ഒരിടം പോലും ഇല്ല എന്ന്
പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നു. നോക്കൂ, ഒരു 13-കാരി പെൺകുട്ടിയാണ്. അവളുടെ ശരീരത്തിൽ മുറിവില്ലാത്ത ഒരിടം പോലും ഇല്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ആ പിഞ്ചുകുഞ്ഞ് അവൾ വേദന സഹിച്ചായിരിക്കും ഈ ലോകത്തിൽ നിന്ന് പോയിട്ടുണ്ടാവുക. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. സത്യം പുറത്തു കൊണ്ടുവരാൻ തങ്ങൾ കൃത്യമായി ശ്രമിക്കുമെന്ന് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് മാത്രമല്ല, സംശയമുള്ള എല്ലാവരെയും തങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട്. കുടുംബത്തിന്റെ മൊഴിയെടുത്തു. കുടുംബത്തിന് നിലവിൽ ആരെയും സംശയമില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടത് 13 വയസ്സുകാരി പെൺകുട്ടിയാണ്. അവളെ മനസ്സിലാവാത്ത തക്കവണ്ണം പിച്ചി ചീന്തിയിരിക്കുന്ന നരാധമന്മാരാണ് അവിടെ ഉള്ളത്. അവളെ കൊന്നുകളഞ്ഞതാണ്. അതും അതിമൃഗീയമായിട്ടാണ് ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞത്. എന്തായാലും ആ മനുഷ്യമൃഗത്തെ ഇനി ഒരാളല്ല, ഒന്നിൽ പരം ആളുകൾ ഉണ്ടെങ്കിൽ ആ നരാധമന്മാരെ കണ്ടെത്തി കൃത്യമായി ശിക്ഷ വിധിച്ചേ മതിയാകൂ.